ഹായ് ഫ്രണ്ട്സ്, കർണാടകയിലെ ഷിരൂരിൽ അർജുനെ തേടിയുള്ള ദൗത്യം 9 ദിവസം പൂർത്തിയാകുമ്പോൾ അർജുൻ്റെ ലോറി നദിയിൽ 20 അടി ആഴത്തിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ലോറി കരക്കടുപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം. അർജുൻ ഇപ്പോഴും കാണാമറയിൽ തന്നെ. ഏതാണെങ്കിലും നാളെയോടെ ദൗത്യം പൂർത്തിയാക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ പരസ്പരം പഴിചാരുവാനും ചെളിവാരി എറിയുവാനുമുള്ള അവസരമല്ല. കർണാടക കേന്ദ്ര സർക്കാരുകൾ ആത്മാർത്ഥമായി തന്നെ ഈ ദൗത്യത്തിൽ സഹകരിച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഓർക്കണം, ശക്തമായ അടിയൊഴുക്കുള്ള പുഴ, കോരിച്ചൊരിയുന്ന മഴ, എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്ന വീണ്ടും ഒരു മണ്ണിടിച്ചിൽ, ഇവിടെ എല്ലാം മധ്യേ സ്വന്തം ജീവൻ സാഹസപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ ദൗത്യ സംഘത്തിലെ ഓരോ അംഗങ്ങളും പ്രവർത്തിക്കുന്നത്. നമ്മളത് മറക്കരുത്. അവരുടെ മൊറാലിനെ അഥവാ ആത്മവീര്യത്തെ തകർക്കുന്ന ഒരു പ്രസ്താവന പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചില പ്രസ്താവനകൾ സോഷ്യൽ മീഡിയ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ അർജുൻ്റെ ഫാമിലിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ ദൗത്യം പൂർത്തിയാക്കാൻ സഹകരിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനുശേഷം എന്തുകൊണ്ട് ഇങ്ങനെ അപകടം ഉണ്ടായി എന്ന് ഒരു പുനർവിചിന്തനം ആവശ്യമായിരിക്കുന്നു. ഒരുപക്ഷേ നാഷണൽ ഹൈവേയുടെ നിർമ്മിതി അശാസ്ത്രീയമായ ഹൈവേ നിർമ്മിതി അല്ലേ ഇങ്ങനെ ഒരു അപകടത്തിന് കാരണം എന്ന് പോലും സംശയിക്കേണ്ടി വരും. അതിനെപ്പറ്റി ഗഹനമായി പഠിക്കേണ്ടിയിരിക്കുന്നു. മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൂടെ ഹൈവേ പോകുന്നത് ശരിയാണോ? എന്ത് മുൻകരുതൽ എടുക്കണം ഇനി? ഇതെല്ലാം ഗഹനമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഹൈവേ നിർമ്മിതിയിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ വിശകലനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് അല്പം കൂടി കാത്തിരിക്കുക. ഈ ദൗത്യം പൂർത്തിയാവട്ടെ. അതോടൊപ്പം അർജുൻ്റെ ഫാമിലിക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഇടയാവട്ടെ. അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ആ കുടുംബത്തോടൊപ്പം ഞാനും ചേർന്ന് നിൽക്കുന്നു.